സെനർ ഡയോഡ് അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. സെനർ ഡയോഡ് ഡയോഡിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിട്ടുള്ളതാണ്. PN സെമി കണ്ടക്ടർ. ആ ഡയോഡ് എന്താണ്? ആ ഡയോഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കടത്തിവിടുള്ളൂ. അതായത് ഫോർവേഡ് ബയാസും ഉണ്ട്, റിവേഴ്സ് ബയാസും ഉണ്ട്. അതിൽ ഫോർവേഡ് ബയാസിൽ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ എന്തെയില്ല, കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ റിവേഴ്സ് ബയാസിൽ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ ഡയോഡ് എന്താവും, ഡാമേജായി പോവും. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെനർ ഡയോഡ്, അതായത് ആ ഡയോഡ് ഇപ്പോൾ സാധാ ഡയോഡിനെക്കാട്ടിയും ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടാണ് സെനർ ഡയോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഓൺലി എ സ്മാൾ ലീക്കേജ് കറൻറ്റ് വിൽ ഫ്ലോ ഇഫ് റിവേഴ്സ് ബയാസ് ആൻഡ് ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡ്. സാധാ PN ജംഗ്ഷൻ ഡയോഡിൽ ചെറിയ സ്മാൾ ലീക്കേജ് കറൻറ്റ് ഒഴുകുകയുള്ളൂ. അത് കൂടുതൽ കറണ്ട് പോവുകയാണെങ്കിൽ അത് ഡാമേജ് ആയിട്ട് പോകും. When the reverse bias voltage reaches to specific high value, breakdown happens and diode conduct heavily. അതായത് റിവേഴ്സ് ബയാസിൽ അതിൻ്റെ ഒരു വോൾട്ടേജ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടാവും. ആ ലെവലിലെത്തുമ്പോൾ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. This in turn increases the heat in diode and causes to damage the diode. Hence, an ordinary PN junction diode does not operate under reverse breakdown. എന്താണ് അത് ബ്രേക്ക് ഡൗണിൽ പിന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റാവും അവിടെ ഉണ്ടാവുക. അതിൻ്റെ ഫലമായിട്ട് ആ ഡയോഡ് എന്ത് ചെയ്യും, ഡാമേജായി പോകും. അത് കാരണം സാധാ PN ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാറ് ഇല്ല. A Zener diode is a silicon semiconductor device that permits current to flow in either forward or reverse direction. Zener diode പറഞ്ഞത് സിലിക്കൺ സെമിക്കണ്ടക്ടർ ഡിവൈസ് ആണ്. അത് എന്ത് ചെയ്യുന്നു, ഫോർവേഡും അതുപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നു, കറൻറ്റ് ഫ്ലോ ചെയ്യാൻ അലൗഡ് ചെയ്യുന്നു. The diode consists of a special heavily doped PN junction designed to conduct in reverse direction when a certain specified voltage is reached. എന്താ സെനർ ഡയോഡ് നിർമ്മിച്ചിട്ടുള്ളത്, ഇറ്റ് കൺസിസ്റ്റ് സ്പെഷ്യൽ ഹെവിലി ഡോപ്പ്ഡ് PN ജംഗ്ഷൻ ആണ്. എന്നാൽ ഹെവിലി ഡോപ്പ്ഡ് PN ജംഗ്ഷൻ ആണ് എന്തുള്ളത്, ഈ സെനർ ഡയോഡ് കൺസിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസൈൻ ടു കണ്ടക്ട് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, ഒരു സർട്ടൈൻ സ്പെസിഫിക് വാല്യൂ എത്തുമ്പോൾ, ഒരു വോൾട്ടേജ് എത്തുമ്പോൾ അത് റിവേഴ്സ് ബയാസിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. സെനർ ഡയോഡ് ഈസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹെവിലി ഡോപ്പ്ഡ് ഡയോഡ് വിച്ച് മേക്ക് യൂസ് ഓഫ് ദി ബ്രേക്ക് ഡൗൺ ഫിനോമിനൺ. ഈ ബ്രേക്ക് ഡൗൺ ഫിനോമിനൺ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടാണ് ഹെവിലി ഡോപ്പ് ചെയ്തിട്ടുള്ളത്. സെനർ ഡയോഡ് ഈസ് ആൾസോ നൗൺ ആസ് ബ്രേക്ക് ഡൗൺ ഡയോഡ്. സെനർ ഡയോഡിൻ്റെ മറ്റൊരു പേരാണ് ബ്രേക്ക് ഡൗൺ ഡയോഡ്. സെനർ ഡയോഡ് അവൈലബിൾ വിത്ത് ദി ഫോളോവിങ് സ്പെസിഫിക്കേഷൻസ്. അതായത് അവൈലബിൾ സ്പെസിഫിക്കേഷൻ ആണ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 1.8 വോൾട്ടേജ് മുതൽ 200 വോൾട്ട് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ അക്യൂറസി 5% to 20% ആണ്. പവർ റേറ്റ് എന്ന് പറയുന്നത് 1/4 വാട്ട് ടു 50 വാട്ട് വരെ എന്താണ് അവൈലബിൾ ആണ്. സെനർ ഡയോഡിൻ്റെ സിമ്പിളാണ് വലതുവശത്ത് കാണിച്ചുള്ളത്. VI കാറ്റഗറിക്സ്, സെനർ ഡയോഡിൻ്റെ VI കാറ്റഗറിക്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വന്നത്, അതായത് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുമ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുക. റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ റീജിയൻ ഈസ് നോർമൽ ഓപ്പറേറ്റിംഗ് റീജിയൻ ഫോർ സെനർ ഡയോഡ്. അതായത് VZ എഴുതിയ വരെ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. ആ VZ എഴുതിയ ശേഷം എന്ത് ചെയ്യും, ആ വോൾട്ടേജ് ബാരിയർ എന്ത് ചെയ്യും, ബ്രേക്ക് ആവും. അതിനുശേഷം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. When the diode is connected in forward bias, the diode acts as normal diode. സാധാ ഫോർവേഡ് എല്ലാം നമ്മൾ മുന്നേ ക്ലാസ്സുകൾ പഠിച്ച ഡയോഡിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ് ഫോർവേഡ് ബയാസ് ആവുന്നത്. ബട്ട് വെൻ ദി റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ സെനർ വോൾട്ടേജ്, എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ ടേക്ക് പ്ലേസ്. ആ സെനർ വോൾട്ടേജ്, അതായത് ലിമിറ്റ് ചെയ്ത വോൾട്ടേജിൻ്റെ അപ്പുറത്തേക്ക് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ എ ഷാർപ്പ് ബ്രേക്ക് ഡൗൺ ടേക്ക് പ്ലേസ്. പെട്ടെന്നുള്ളൊരു ഹൈലി ഒരു കറൻറ്റ് അവിടെ എന്ത് ചെയ്യും, ഷാർപ്പായിട്ട് ഇൻക്രീസ് ആവും. സ്പെഷ്യൽ ഫീച്ചർ ഓഫ് എ സെനർ ഡയോഡ്. After breakdown, the current increases sharply and voltage across Zener diode become constant. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് അതിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ കറൻറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദി പ്രോപ്പർട്ടി ഓഫ് എ സെനർ ഡയോഡ് ഈസ് യൂട്ടിലൈസ്ഡ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഇത്തരം ഈ പ്രോപ്പർട്ടി നമുക്ക് എന്തെങ്കിലും പല ഇതിലും ഉപയോഗിക്കുന്നുണ്ട്. സെനർ ഡയോഡിൻ്റെ ഈ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്, വോൾട്ടേജ് റെഗുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, പീക്ക് ക്ലിപ്പറിൽ ഉപയോഗിക്കുന്നുണ്ട്, മീറ്റർ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, തുടങ്ങിയതിലൊക്കെ എന്തുണ്ട്, സെനർ ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് അറിയണം.
A voltage regulator is a circuit that creates and maintains a fixed output voltage irrespective of changes to the input voltage or load conditions. അതായത് നമുക്ക് ചില പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് വേണ്ടി വരും, അതിൽ വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ഔട്ട്പുട്ട് നൽകുന്ന സർക്യൂട്ടിനാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് എത്ര വേരി ചെയ്താലും അതിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യണില്ല, വേരി ചെയ്യണില്ല. അതേപോലെ തന്നെ ലോഡിൽ എന്തൊക്കെ വേരിയേഷൻ വന്നാലും എന്ത് ചെയ്യണില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണില്ല, ചേഞ്ച് ആവണില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നു. ഇത്തരത്തിൽ കോൺസ്റ്റൻ്റ് ആയ ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർക്യൂട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെനറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ദി ഫൈനൽ സ്റ്റേജ് ഓഫ് ഡി സി റെഗുലേറ്റർ പവർ സപ്ലൈ ഈസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. അതായത് ഡി സി റെഗുലേറ്ററിൻ്റെ ഫൈനൽ സ്റ്റേജാണ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എ സിനെ ഡി സി ആക്കിയിട്ട് അങ്ങനെ ഡി സിനെ പിന്നെ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമുക്ക് ഔട്ട് എടുക്കുന്നു. അങ്ങനെ ഫൈനൽ സ്റ്റേജാണ് എന്ത് ഡി സി റെഗുലേറ്റർ പവർ സപ്ലൈയുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റർ. ആ ചിത്രം ശ്രദ്ധിക്കാം. നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് ആണ്, എ സി ഇൻപുട്ടാണ്. ആ 230 വോൾട്ടിനെ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് എന്ത് ചെയ്യുന്നു, എ സി സിഗ്നലിനെ കിട്ടുന്നു. ആ എ സി ഇൻപുട്ടിനെ നമ്മൾ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡി സി ആക്കി മാറ്റുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, എ സി ഇൻപുട്ടിനെ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡി സി ആക്കി മാറ്റുന്നു. ആ ഡി സിനെ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ഉപയോഗിക്കുന്നു. ഫിൽറ്റർ ഉപയോഗിക്കുന്ന അതിൽ എന്തെങ്കിലും നോയ്സ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അതിന് പിന്നെ എന്ത് ചെയ്യുന്നു, റെഗുലേറ്ററിക്ക് കൊടുക്കുന്നു, റെഗുലേറ്ററിൻ്റെ ഇൻപുട്ടായി കൊടുക്കുന്നു. റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഡി സി ലഭിക്കുന്നു. മെയിൻ ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ മെയിൻറ്റെയിൻ ദ ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വേരിയേഷൻ ഇൻ ഇൻപുട്ട് ലൈൻ വോൾട്ടേജ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇൻപുട്ടിനെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വയ്ക്കുന്നു. സെനർ ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഈ വോൾട്ടേജ് റെഗുലേറ്ററിൽ സെനറിൻ്റെ പങ്ക് എന്താണെന്നാണ് നോക്കുന്നത്. ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ സിമ്പിൾ സെനർ ഡയോഡ് ഷണ്ട് റെഗുലേറ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. വി എസ് സോഴ്സ്, ഒരു ആർ എസ് റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ എലമെൻ്റ് ആയിട്ട് സെനർ ഡയോഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ സെനർ ഡയോഡിൻ്റെ പാരലായിട്ടാണ് ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് അക്രോസ് ലോഡിന് അക്രോസ് ആയിട്ടാണ് ഔട്ട് ലഭിക്കുന്നത്. ദിസ് ഈസ് കാൾഡ് ഷണ്ട് റെഗുലേറ്റർ ബിക്കോസ് ദി സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് പാരലൽ ഓർ ഷണ്ട് വിത്ത് ദി ലോഡ്. ആ ലോഡിന് സെനർ ഡയോഡ് പാരലായിട്ട് കണക്ട് ചെയ്ത കാരണമാണ് നമുക്ക് എന്ത് വിളിക്കുന്നത്, ഷണ്ട് റെഗുലേറ്റർ എന്ന് വിളിക്കുന്നത്. പ്രോപ്പർട്ടി ഓഫ് സെനർ ഡയോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, സെനർ ഡയോഡിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു. വൺസ് ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ് ദി വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് റാപ്പിഡ് റൈസ് ഇൻ കറൻറ്റ്. അതായത് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്ന കറൻറ്റ് എന്തായാലും വിത്ത് റാപ്പിഡ് റൈസ് ഇൻ കറൻറ്റ്, കറൻറ്റിൽ വളരെ ഉയർന്ന കറൻറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഷാർപ്ലി ഉയർന്ന എന്താണ് കറൻറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. റെഗുലേഷൻ വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് വാരിയഡ്. അപ്പോൾ നമ്മൾ അവിടെ വേരിയേഷൻ സംഭവിക്കുക, ഒന്നില്ലെങ്കിൽ ഇൻപുട്ടിൽ എന്ത് ചെയ്യും, കൂടുക കുറയുക, അതുപോലെ തന്നെ ലോഡ് എന്ത് ചെയ്യുക, കൂടുക കുറയുക. ഇങ്ങനെ 4 ചാൻസസ് ആണ് വേരിയേഷൻ സംഭവിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് ആർ എസ് കണക്റ്റഡ് ടു ലിമിറ്റ് ദി കറൻറ്റ് ത്രൂ ദി സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡ് വെച്ചിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ചിത്രമാണ് കാണിച്ചുള്ളത്. ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അത് നേരെ ഒരു സീരീസ് റെസിസ്റ്ററിക്ക് ആർ എസ് എന്ന റെസിസ്റ്ററിക്ക് കണക്ട് ചെയ്യുന്നു. അതിലൂടെ മൊത്തം ഒഴുകുന്ന കറൻറ്റ് എന്ന് പറയുന്നത് IS. അത് കഴിഞ്ഞിട്ട് ഒരു സെനർ ഡയോഡ് കാണിച്ചിട്ടുണ്ട്. ആ സെനർ ഡയോഡ് കണക്ട് ചെയ്ത് എങ്ങനെയാണ്, റിവേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിലൂടെ ഒഴുകുന്ന കറൻറ്റാണ് IZ, അതിന് അക്രോസ് വോൾട്ടേജ് VZ. അത് കഴിഞ്ഞിട്ട് അതിന് പാരലായിട്ട് എന്ത് ചെയ്യുന്നത്, ലോഡ് RL കണക്ട് ചെയ്തിട്ടുണ്ട്, RLൂടെ ഒഴുകുന്ന കറൻറ്റ് IL. ദി റെസിസ്റ്റൻസ് RS ഇസ് കണക്റ്റഡ് ടു ലിമിറ്റ് ദി കറൻറ്റ് ത്രൂ ദി സെനർ ഡയോഡ്. അപ്പോൾ സെനർ ഡയോഡിലുള്ള കറൻറ്റ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്റൻസ് RS വെച്ചിരിക്കുന്നത്. ദി ഔട്ട്പുട്ട് ഓർ റെഗുലേറ്ററി വോൾട്ടേജ് ഈസ് ഒബ്റ്റൈൻഡ് അക്രോസ് ലോഡ് റെസിസ്റ്റർ RL. അപ്പോൾ ഔട്ട്പുട്ട് ലഭിക്കുന്നത് ലോഡ് റെസിസ്റ്റർ RLന് അക്രോസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. In this case, the load resistance RL is kept fixed and the input voltage V is varied. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ പറയുന്നത്, ലോഡ് റെസിസ്റ്റൻസ് RL എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വയ്ക്കുന്നു. എന്നിട്ട് എന്താണ് നമ്മൾ വേരി ചെയ്യുന്നത്, ഇൻപുട്ടാണ് വേരി ചെയ്യുന്നത്. അങ്ങനെ ഇൻപുട്ട് വേരി ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടണം. When input voltage Vs less than the breakdown voltage Vz, അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ സെനറിന് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും, അതിലും താഴെയാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് Vs ലെസ് ദാൻ ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് Vz ഓഫ് ദി സെനർ ഡയോഡ്, ദി ഡയോഡ്
will not conduct and the input voltage will be available across the load as it is. അപ്പോൾ എന്താ സെനർ ഡയോഡിനെക്കാട്ടിയും വോൾട്ടേജ് കുറവാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ സെനർ ഡയോഡ് എന്ത് ചെയ്യില്ല, കണ്ടക്റ്റ് ചെയ്യില്ല. നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് എവിടെ കിട്ടും, അക്രോസ് ലോഡിന് ലഭിക്കും. When the input voltage Vs increases beyond the value of Vz, ഇനി ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയാണെങ്കിൽ എന്തിന്, ഈ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ Vz കാട്ടിയും കൂടുതലാണെങ്കിൽ ദി സെനർ ഡയോഡ് സ്റ്റാർട്ട് ടു കണ്ടക്ട്, സെനർ ഡയോഡ് എന്ത് ചെയ്യും, അത് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇൻക്രീസ് ദി വാല്യൂ ഓഫ് Iz, പിന്നെ Iz എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ Iz എന്ത് ചെയ്യും, കൂടും. അതിൻ്റെ ഫലമായിട്ട് ആൻഡ് ഡിക്രീസ് ദി വാല്യൂ ഓഫ് IL, അത് പക്ഷേ IL എന്ത് ചെയ്യും, ലോഡിലൂടെയുള്ള IL എന്ത് ആയിരിക്കും, കുറയും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വയ്ക്കാൻ പറ്റും. റെഗുലേഷൻ വെൻ ലോഡ് റെസിസ്റ്റൻസ് ഇസ് വാരിഡ്, നേരത്തെ ഇൻപുട്ട് വാരി ചെയ്യുമ്പോഴുള്ള കേസാണ് പറഞ്ഞത്. ഇനി ലോഡ് റെസിസ്റ്റൻസ് വാരി ചെയ്യുമ്പോൾ ഇൻ ദിസ് കേസ് ഇൻപുട്ട് വോൾട്ടേജ് Vs ഇസ് കെപ്റ്റ് ഫിക്സഡ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് RL ഇസ് വാരിഡ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് Vs എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നു. നമ്മൾ RL ലോഡ് എന്ത് ചെയ്യുന്നു, വാരി ചെയ്യിക്കുന്നു. വെൻ ദി ലോഡ് റെസിസ്റ്റൻസ് RL ഡിക്രീസസ്, ലോഡ് റെസിസ്റ്റൻസ് RL കുറയുകയാണെങ്കിൽ ദി ലോഡ് കറൻറ്റ് IL ഇൻക്രീസസ്, അതിലൂടെ കറൻറ്റ് IL എന്ത് ചെയ്യുന്നു, കൂടുന്നു. ദിസ് കേസ് സെനർ ഡയോഡ് Iz ടു ഡിക്രീസ്, അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, Izഉം കുറയുന്നു. അതിൻ്റെ ഫലമായിട്ട് IL ദി ഇൻക്രീസ്ഡ് IL മേക്ക് ലോഡ് വോൾട്ടേജ് VL ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ IL കൂടുന്നതിൻ്റെ ഫലമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട് ലഭിക്കുന്നു. വെൻ ദി ലോഡ് റെസിസ്റ്റൻസ് RL ഇൻക്രീസസ്, ഇനി റെസിസ്റ്റൻസ് ഇൻക്രീസ് ആണെങ്കിൽ ദി ലോഡ് കറൻറ്റ് IL ഡിക്രീസസ്, അപ്പോൾ റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ആണെങ്കിൽ അതിലൂടെ കറൻറ്റ് IL എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഡ്യൂ ടു ദിസ് സെനർ ഡയോഡ് Iz ഇൻക്രീസസ്, IL അവിടെ കുറയുമ്പോൾ സെനർ ഡയോഡ് Iz എന്ത് ചെയ്യുന്നു, കൂടുന്നു. Therefore, the decreased load current value of IL makes the load voltage remain constant. അങ്ങനെ ഈ ലോഡ് കറണ്ട് IL കുറയുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നിൽക്കുന്നു, ലോഡ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുന്നു.